പുരാവസ്തു തട്ടിപ്പ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് പരാതിക്കാരും പോലീസും തമ്മിൽ പ്രത്യാരോപണങ്ങൾ. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്ന പരാതിക്കാരുടെ ആരോപണം. അതിനിടെ പരാതിക്കാർക്ക് മോൺസൺ നൽകിയത് ഹവാല പണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആരോപണ വിവരങ്ങളുമായി രേഷ്മബാബു ചേരുന്നു. രേഷ്മ, ഇവർ പരസ്പരം ഇങ്ങനെ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. പരാതിക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഹവാല പണമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിൽ കൈക്കൂലി ലഭിച്ചെന്ന് പരാതിക്കാരും പറയുന്നു. ഇപ്പോൾ പരാതിക്കാർ ഇഡിക്ക് മുൻപിൽ ഹാജരായിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നത്? രേഷ്മ. മോൺസൺ മാവുങ്കൽ കേസിൽ പരാതിക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പി വൈആർ റെസ്റ്റോയും തമ്മിൽ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയിലേറെ സമയമായി. അതിനിടയിൽ തന്നെ നേരത്തെ പരാതിക്കാർ വിജിലൻസ് മുൻപാകെ റെസ്റ്റത്തിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്ന് ഈ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ പരാതിക്കാർ എത്തിക്കൊണ്ട് ഈ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൂടി ഇഡിക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള വൈആർ റെസ്റ്റോയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകളും ഈ പരാതിക്കാർ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിലെ മോൺസൺ മാവുങ്കൽ കേസിലെ പരാതിക്കാരായിട്ടുള്ള ഷമീർ ഷാനു എന്നിവരാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തി പരാതി കൈമാറാനായിട്ട് നിൽക്കുന്നത്. നിലവിൽ അവർ അവിടെ തുടരുകയാണ്. നേരത്തെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് പരാതിക്കാർ വൈആർ റെസ്റ്റത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം റെസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കൂടാതെ കേസ് അന്വേഷണം വേഗത്തിലാക്കുവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ മോൺസൺ മാവുങ്കലിന് തങ്ങൾ നൽകിയ 10 കോടി രൂപ തിരികെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു വാഗ്ദാനം നൽകിക്കൊണ്ട് തങ്ങളുടെ പക്കൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാർ ഉന്നയിച്ച ആരോപണം. പക്ഷെ അത് അപ്പാടെ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് റെസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ആ സമയത്താണ് റെസ്റ്റം പറഞ്ഞത് ഈ മോൺസൺ മാവുങ്കലിന് പരാതിക്കാർ നൽകിയത് അത് ഹവാല പണമുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. ഈ 10 കോടി രൂപയാണ് മോൺസൺ മാവുങ്കലിന് പരാതിക്കാർ നൽകിയത്. അതിൽ 2 കോടി രൂപയ്ക്ക് മാത്രമേ ഈ ബാങ്ക് സംബന്ധമായിട്ടുള്ള രേഖകളും അത് സംബന്ധിച്ചുള്ള തെളിവുകളും ഉള്ളൂ. ബാക്കി 8 കോടിയോളം രൂപ ഹവാല ഇടപാടാണ് എന്നാണ് റെസ്റ്റം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം. ഇതിനെ തുടർന്നാണ് ഈ പരാതിക്കാർ തനിക്കെതിരെ കൈക്കൂലി എന്നുള്ള ഒരു ആക്ഷേപം മുന്നോട്ട് വെച്ചുകൊണ്ട് വിജിലൻസിനടക്കം പരാതി നൽകിയത് എന്നാണ് റെസ്റ്റം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഷമീറും ഷാനുവും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. നേരത്തെ തന്നെ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഇഡി ഒരു അന്വേഷണം മോൺസൺ മാവുങ്കൽ കേസിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഹവാല ഇടപാട് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പരാതിക്കാർ വീണ്ടും ഒരു പരാതി ഇഡിക്ക് മുന്നിൽ നൽകിയിട്ടുള്ളത്. എന്നാലും വൈആർ റെസ്റ്റത്തിന് തങ്ങൾ നൽകിയിട്ടുള്ള പണം സംബന്ധിച്ചുള്ള അതിന്റെ ഇടപാട് റെസ്റ്റം ഇന്നലെ പറഞ്ഞ ചില പ്രതികരണം ഉണ്ടായിരുന്നു. കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ്, അതായത് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് റെസ്റ്റം പറയുന്നു. ഒപ്പം റെസ്റ്റം ഉന്നതരിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ പരാതിക്കാരും പറയുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത്, അതായത് ഈ പരാതിക്കാർ ഇത്തരം ഒരു കൈക്കൂലി ആരോപണം റെസ്റ്റത്തിനെതിരെ ഉന്നയിച്ച സമയത്ത് റെസ്റ്റം പറഞ്ഞത് താൻ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തനിക്ക് കൈക്കൂലി തന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആക്ഷേപമാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുന്നേ പണം നൽകുന്നത് ആ ഒരു വാദം അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അത് തെറ്റായ ഒരു വാദമാണ് എന്നാണ് റെസ്റ്റം പറഞ്ഞത്. മാത്രവുമല്ല ഈ മോൺസൺ മാവുങ്കൽ പ്രതിയായിട്ടുള്ള പോക്സോ കേസിലെ ഇരയുടെ സഹോദരനെ 5 ലക്ഷം രൂപ നൽകിക്കൊണ്ട് സ്വാധീനിക്കാനായിട്ട് പരാതിക്കാർ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം തന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ആ ഒരു കാര്യത്തിലാണ് തനിക്കെതിരെ വീണ്ടും പരാതിക്കാർ ഇത്തരത്തിൽ ഒരു കൈക്കൂലി ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. പോക്സോ കേസിലെ ഇരയുടെ ബന്ധുവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് താൻ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് ഷമീറും ഷാനുവും യാക്കൂബ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് റെസ്റ്റം പറഞ്ഞിരിക്കുന്നത്. അതിനിടെ
നിലയിൽ തന്നെയാണ് ഒരു ഹവാല ഇടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൽ റസ്റ്റത്തിന്റെ ആക്ഷേപത്തിന്മേൽ പരാതിക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് ഈ ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് റസ്റ്റം പറയുന്നതിനുള്ള ഒരു കാരണം ഈ 10 കോടി രൂപ കണ്ടെത്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് എന്നൊരു ആക്ഷേപം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നയിക്കുന്നത് എന്നാണ് പരാതിക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷമീറും ഷാരൂഖും നിലവിൽ കൊച്ചിയിലെ ED ഓഫീസിലെത്തി പരാതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള YR റസ്റ്റത്തിന് തങ്ങൾ നൽകിയ പണത്തിന്റെ അതിന്റെ രേഖകളും തെളിവുകളും കൈമാറുമെന്ന് പരാതിക്കാർ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇവർ രണ്ടുപേരും കൊച്ചിയിലെ ED ഓഫീസിൽ തുടരുകയാണ്. എന്തായാലും തെളിവുകൾ കൈമാറിയതിനു ശേഷം ഒരുപക്ഷെ ഇവർ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചേക്കും. രേഷ്മ, എന്തൊക്കെയാണ് മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് ഈ ED ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവർ എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞിരുന്നോ? മാത്രമല്ല മാധ്യമങ്ങളോട് പറഞ്ഞതല്ലാതെ അല്ലെങ്കിൽ ഈ പുറത്തു വന്ന വാർത്തയല്ലാതെ മറ്റെന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരുടെ കൈവശം ഉള്ളതായി എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ഇപ്പോൾ ഏതാണ്ട് ED ഓഫീസിൽ എത്തിയിട്ട് മണിക്കൂറുകളാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ നൽകുന്ന മൊഴി അല്ലെങ്കിൽ ഇവർ കൈമാറുന്ന തെളിവുകൾ എന്താണെന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഉമേഷ്, പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൈമാറുമെന്നാണ്. അതായത് റസ്റ്റവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പക്കലുള്ള ഈ പണമിടപാട് സംബന്ധിച്ചുള്ള രേഖകളും തെളിവുകളും കൈമാറുമെന്നാണ് പരാതിക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ പരാതി നൽകിയതിനു ശേഷം പ്രതികരിക്കാമെന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ YR റസ്റ്റൻ നേരത്തെ ഈ പരാതിക്കാരും മോൺസൺ മാവുങ്കലിന്റെ മകനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നൊരു ആക്ഷേപം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ തന്നെ പരാതിക്കാർ മറുപടി പറഞ്ഞതാണ്. എന്തായാലും നിലവിൽ EDക്ക് നൽകിയിട്ടുള്ള പരാതിയിലടക്കം YR റസ്റ്റൻ കൈക്കൂലി വാങ്ങി എന്ന ആക്ഷേപവും ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും കൈമാറുന്നുണ്ട്. അതിന് ഈ ED ഓഫീസിൽ എന്തായാലും പരാതിക്കാരനും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് പോവുകയാണ്. ഹവാല പണമിടപാട് ആരോപണം ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാതിക്കാർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നതായാലും പരാതിക്കാർ ഇപ്പോൾ EDക്ക് മുൻപിലുണ്ട്. എന്തൊക്കെ EDക്ക് മുൻപിലേക്ക് അവർ നൽകും, എന്തൊക്കെ തെളിവുകൾ നൽകും, എന്തൊക്കെ മൊഴി നൽകുമെന്ന കാര്യത്തിലൊക്കെ എന്തായാലും വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കാം.